പത്തനംതിട്ടയിലെ ഇലക്ഷൻ പ്രചാരണം പുരോഗമിക്കുമ്പോൾ CPM സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനെ തന്നെ പരാജയപ്പെടുത്താൻ CPMനുള്ളിൽ തന്നെ ശ്രമം നടക്കുന്നതായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ അറിയിച്ചു. മുൻ റാന്നി MLA രാജു എബ്രഹാമിന് സീറ്റ് നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ചേരിതിരിഞ്ഞ് തല്ലുകയാണെന്നാണ് ആരോപണം. തന്നെ പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന് അപമാനിച്ചു എന്നാണ് മുൻ മന്ത്രി തോമസ് ഐസക്കിന്റെ ആരോപണം. ഇക്കഴിഞ്ഞ ദിവസമാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കയ്യാങ്കളി നടന്നത്. തിങ്കളാഴ്ച രാത്രി നടന്ന യോഗത്തിൽ മുതിർന്ന നേതാക്കളും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമായ മുൻ MLA പത്മകുമാറും PB ഹർഷകുമാറും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. മന്ത്രി VN വാസവന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. തോമസ് ഐസക്കിനെ അനുനയിപ്പിക്കാൻ CPM തലത്തിൽ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി തന്നോട് പകരം വീട്ടുകയായിരുന്നു എന്നാണ് ഐസക് കരുതുന്നത്. വടകരയിലും സമാനമായ സാഹചര്യമാണ് ഉള്ളത്. CPM പ്രവർത്തകർ തന്നെ KK ശൈലജയ്ക്കെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇടുന്നു. ശൈലജ ടീച്ചർക്കെതിരെ വ്യാജ പേരുകളിലാണ് പോസ്റ്റ് ഇടുന്നത്. ശൈലജ പാർട്ടിക്കും മുകളിൽ പറക്കുന്നു എന്ന അഭിപ്രായമുള്ളവരാണ് ഇത്തരത്തിൽ പോസ്റ്റ് ഇടുന്നത്. ശൈലജയുടെ പബ്ലിക് റിലേഷൻസ് നോക്കുന്നത് പാർട്ടിക്ക് പുറത്തുള്ളവരാണ്. ശൈലജയ്ക്കും തോമസ് ഐസക്കിനും പാർട്ടിയിൽ അത്ര വിശ്വാസം പോരാ. ഇക്കാര്യം പാർട്ടി പ്രവർത്തകർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ സൗകര്യപൂർവ്വം മാറി നിൽക്കുന്നത്. പിണറായിയെ സ്നേഹിക്കുന്നവർക്ക് ഐസക്കിനോടും ശൈലജയോടും താല്പര്യമില്ല. ഇരുവരും പിണറായി പറയുന്നത് അനുസരിക്കാറില്ല. ശൈലജയും ഐസക്കും തങ്ങളെ സ്ഥാനാർത്ഥികളാക്കാൻ പോകുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ അതിൽ അപകടം മണത്തിരുന്നു. എന്നാൽ പാർട്ടിയുടെ തീരുമാനം അനുസരിക്കാതിരിക്കാൻ അനുസരണയുള്ള പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ അവർക്ക് കഴിയുമായിരുന്നില്ല. ഭാഗ്യത്തിനാണ് മുരളീധരൻ വടകരയിൽ നിന്ന് പിന്മാറിയത്. ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരത്തിനെത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ ശൈലജയ്ക്ക് പ്രതീക്ഷ ഉയർന്നിരുന്നു. പാലക്കാട് നിന്ന് വരുന്ന ഷാഫിക്ക് തന്നെ പോലൊരാളെ നേരിടാൻ കഴിയുകയില്ല എന്ന് ശൈലജ കരുതി. എന്നാൽ ബഹുഭൂരിപക്ഷം മുസ്ലിം സമുദായമുള്ള മണ്ഡലത്തിൽ ഷാഫി നടത്തിയത് അക്ഷരാർത്ഥത്തിൽ അശ്വമേധം തന്നെയായിരുന്നു. ഗൾഫിൽ വരെ പോയി വടകരയിലെ വോട്ടർമാരെ കണ്ട് അദ്ദേഹം വോട്ട് പിടിച്ചു. ശൈലജ കോവിഡ് നിപ ഇമേജുമായി ഇറങ്ങിയെങ്കിലും സ്വന്തം പ്രവർത്തകർ തന്നെ അവരെ തള്ളിപ്പറഞ്ഞു. കോവിഡ് കാലഘട്ടത്തിൽ ശൈലജ നടത്തിയതായി പറയപ്പെടുന്ന അഴിമതികളുടെ വിശദാംശങ്ങൾ സമൂഹ മാധ്യമത്തിലും പോസ്റ്ററുകളായും പത്രപരസ്യങ്ങളായും പ്രചരിക്കപ്പെട്ടു. ഒടുവിൽ തോൽവി സമ്മതിക്കുമെന്ന അവസ്ഥയിലായി തീർന്നു ശൈലജ. ഈ സംശയം ശൈലജയ്ക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. കണ്ണൂരിൽ ശൈലജയെ നിർത്താതെ വടകരയിൽ അവരെ നിർത്തിയത് പിണറായിയുടെ കൃത്യം ലക്ഷ്യമായിരുന്നു. പലസ്തീൻ ജനതയെ അനുകൂലിച്ചും ശൈലജ ടീച്ചറെ എതിർത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിട്ട് അധിക നാളായിട്ടില്ല. ശൈലജ ടീച്ചർക്ക് പണി കൊടുക്കാൻ പിണറായി തയ്യാറെടുത്തിരുന്നു. ഹമാസ് ഭീകരർ എന്ന് എഴുന്നള്ളിച്ച ടീച്ചർ CPMന്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി സംസാരിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് CPM ഉന്നയിച്ചത്.